വെട്ടിക്കുറച്ച വിമാന സർവീസുകൾ തിരികെ കൊണ്ടുവരുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്. കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ കുറച്ചത് താൽക്കാലിക നടപടി മാത്രമാണെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ മുഖ്യമന്ത്രിയെ അറിയിച്ചു. ശൈത്യകാല ഷെഡ്യൂളിൽ വിമാന സർവീസുകൾ വെട്ടിക്കുറച്ച വാർത്ത മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് ഹൈക്കോടതി. എഡിജിപി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിയോഗിച്ചു. അന്വേഷണത്തെ ദേവസ്വം മന്ത്രി സ്വാഗതം ചെയ്തു. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. ചോദ്യോത്തരവേള മുതൽ ആരംഭിച്ച പ്രതിഷേധത്തിൽ സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെട്ടു. നോട്ടീസ് നൽകാതെയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. ചർച്ചയെ ഭയക്കുന്നതുകൊണ്ടാണ് പ്രതിപക്ഷം നോട്ടീസ് നൽകാത്തതെന്ന് മന്ത്രി എം പി രാജേഷ് ആരോപിച്ചു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. നവംബർ 6-നും 11-നുമായി 2 ഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുക. നവംബർ 14-നാണ് വോട്ടെണ്ണൽ. SIR-ന് ശേഷം 7.43 കോടി വോട്ടർമാരാണ് പട്ടികയിലുള്ളത്. വോട്ടെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള ചർച്ചകൾ വേഗത്തിലാക്കുകയാണ് മുന്നണികൾ. CMRL എക്സാലോജിക് കരാറിൽ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയ്ക്ക് ആശ്വാസം. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. ഹർജിയിൽ ഇടപെടാനില്ലെന്ന് കോടതി വ്യക്തമാക്കി. രാഷ്ട്രീയ വിഷയത്തിന് കോടതിയെ വേദിയാക്കരുതെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഹർജി തള്ളിയത് സാങ്കേതിക കാരണത്താലാണെന്നും മുഖ്യമന്ത്രി ജനങ്ങൾക്ക് മുന്നിൽ മറുപടി പറയേണ്ടി വരുമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. മാത്യു കുഴൽനാടൻ MLAക്കെതിരെ CPM പ്രതിഷേധം. മൂവാറ്റുപുഴ MLA ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം. എക്സാലോജിക് കേസിൽ തിരിച്ചടി നേരിട്ട മാത്യു കുഴൽനാടൻ രാജിവെക്കണമെന്നാണ് പ്രവർത്തകരുടെ ആവശ്യം. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനാക്രമണത്തിൽ 63-കാരന് ദാരുണാന്ത്യം. പന്നിയാർ സ്വദേശിയായ ജോസഫ് വേലുച്ചാമിയാണ് കൊല്ലപ്പെട്ടത്. കാട്ടാന ഇറങ്ങിയതറിഞ്ഞ് സ്ഥലത്തെത്തിയ RRT സംഘം നടപടിയെടുക്കാതെ മടങ്ങിയതാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്ന് നാട്ടുകാർ ആരോപിച്ചു. പാലക്കാട് പല്ലശനയിൽ 9 വയസ്സുകാരിയുടെ പ്ലാസ്റ്റർ ഇട്ടക്കായി മുറിച്ചു മാറ്റേണ്ടി വന്ന പിഴവിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ 2 ഡോക്ടർമാർക്ക് സസ്പെൻഷൻ. മുസ്തഫ, സർഫറാസ് എന്നിവർക്കെതിരെയാണ് നടപടി. ചികിത്സാ പ്രോട്ടോകോൾ ലംഘിച്ചെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ. നടപടിക്കെതിരെ KGMOയെ പ്രതിഷേധിച്ചു. നഷ്ടപരിഹാരം നൽകണമെന്ന് കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടു. അനർഹർക്ക് ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി നൽകാനായി സംഘം പ്രവർത്തിക്കുന്നതിന്റെ തെളിവുകൾ പുറത്ത്. സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരുൾപ്പെടെ പങ്കാളികളായ സംഘത്തിനായി ഏജന്റുമാർ സജീവമാണ്. കേൾവിയില്ലെന്ന് അഭിനയിച്ച് ഡോക്ടറിൽ നിന്ന് വാങ്ങിയ ഭിന്നശേഷി സർട്ടിഫിക്കറ്റിന്റെ പകർപ്പും ഏജന്റിന്റെ ശബ്ദ സന്ദേശവും മീഡിയ വണ്ണിന് ലഭിച്ചു. എയ്ഡഡ് അധ്യാപകർക്ക് നിയമനം നൽകണമെന്ന് ഹൈക്കോടതി വിധി അട്ടിമറിച്ച സർക്കാർ. 104 അധ്യാപകർ നൽകിയ ഹർജിയിലാണ് നിയമനം നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത്. ഉത്തരവ് നടപ്പാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഹൈക്കോടതിയിൽ നിന്ന് നീട്ടിവാങ്ങിയ 2 മാസ കാലാവധി കഴിഞ്ഞിട്ടും നിയമനം നൽകിയില്ല. പാലിയക്കരയിലെ ടോൾ പിരിവിനുള്ള വിലക്ക് ഹൈക്കോടതി വെള്ളിയാഴ്ച വരെ നീട്ടി. സുരക്ഷാ പ്രശ്നങ്ങൾ തുടരുന്നുവെന്ന ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. 4 വരിപ്പാത ഒറ്റവരിയായി മാറിയെന്നും കേന്ദ്ര സർക്കാരിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നിരിക്കെ അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ലെന്നും ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. കോടതി ഇടപെടൽ സ്വാഗതാർഹമെന്ന് ഹർജിക്കാരനും പറഞ്ഞു. ഗസയിലെ ജനതയുടെ ദുരിതം വിഷയമാക്കിയുള്ള മൈം ഷോ തടഞ്ഞ അതേ വേദി വീണ്ടും അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ. കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിൽ അധ്യാപകർ തടഞ്ഞ മൈം ഷോയാണ് വീണ്ടും അവതരിപ്പിച്ചത്. ഫ്രറ്റേണിറ്റി ജില്ലാ ക്യാമ്പസ് കാരവന് നേരെ കയ്യേറ്റം. ഫ്രറ്റേണിറ്റി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് TS ഉമർ തങ്ങൾ നയിക്കുന്ന ക്യാമ്പസ് കാരവന് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. പെരിന്തൽമണ്ണ പൂപ്പലത്ത് വെച്ചാണ് സംഭവം. മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് കയ്യേറ്റം നടന്നതെന്നാണ് പരാതി. കോഴിക്കോട് അത്തോളി കൊങ്ങന്നൂരിൽ കാർ വർക്ക്ഷോപ്പിൽ തീപിടുത്തം. ഗ്യാസ് സിലിണ്ടറിന് പിടിച്ച തീ വർക്ക്ഷോപ്പിലുണ്ടായിരുന്ന കാറിലേക്ക് പടരുകയായിരുന്നു. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണച്ചു. താമരശ്ശേരിയിൽ വീണ്ടും മോഷണം. താമരശ്ശേരി ചന്ത റോഡിലെ വാടക ക്വാർട്ടേഴ്സിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് മോഷണം നടന്നത്. 2.25 പവൻ സ്വർണം കവർന്നു. സംഭവത്തിൽ തലശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.